الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ ദീന കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ തഖ്വയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായം സൂറത്തുൻ നസ്ർ അവതരിക്കുന്നത് ഹജ്ജത്തുൽ വദാഇലാണ്. ഹജ്ജത്തുൽ വദാഇന്റെ അയ്യാമു തശ്രീഖിന്റെ സമയത്തിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. إذا جاء نصر الله والفتح, അല്ലാഹുവിന്റെ വിജയവും അല്ലാഹുവിന്റെ സഹായവും വന്നാൽ ورأيت الناس يدخلون في دين الله أفواجا, ജനങ്ങളെല്ലാം കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് ചൊല്ലണം. വസ്തഗ്ഫിർ, നീ അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല തൗബ സ്വീകരിക്കുന്നവനാകുന്നു എന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് അവതരിക്കുകയാണ്. ഈ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂയിലും സുജൂദിലൊക്കെ സുബ്ഹാന റബ്ബിയൽ അഅല എന്നും സുബ്ഹാന റബ്ബിയൽ അലീം എന്നും സുബ്ബൂഹുൻ ഖുദ്ദൂസുർ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നും സുബ്ഹാനദിൽ ജബറൂത്ത് വൽ മലകൂത്ത് പോലെയുള്ള ദിക്റുകളാണ് ചൊല്ലാറുള്ളത്. പക്ഷേ ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം റുകൂയിലും സുജൂദിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ദുആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്ന പ്രാർത്ഥനയായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ നാം തസ്ബീഹ് ചെയ്യുകയും അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിലേക്ക് പാപമോചനം തേടുകയും വഅതൂബു ഇലൈഹി, അവങ്കലേക്ക് പശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തുമായി ബന്ധപ്പെട്ട സ്വഹാബത്തിനോട് ചോദിച്ച, സ്വഹാബത്തെ, എന്താണ് ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നാൽ ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഈ ദീനിലേക്ക് പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ എന്ന് പറയുന്ന ഈ സൂറത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, രാജ്യങ്ങളും കൊട്ടാരങ്ങളും വിജയിച്ചടക്കി ഇസ്ലാമിങ്ങനെ പ്രചാരം നേടി അത്ഭുതകരമേറിയ ഒരു വളർച്ചയിലേക്ക് എത്തുന്നതാണ് ഈ സൂറത്ത് എന്ന് സ്വഹാബത്ത് പറഞ്ഞു. ഈ സമയത്ത് ആ സ്വഹാബികൾക്കിടയിൽ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, മോനെ, യാ ഇബ്നു അബ്ബാസ്, എന്താണ് ഈ സൂറത്തിനെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ എന്ന പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ സമയമായി എന്ന് സൂചിപ്പിക്കുന്ന, ബോധ്യപ്പെടുത്തുന്ന സൂറത്താകുന്നു എന്നായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത്. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നീട് പ്രവാചകൻ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രവാചകന്റെ ഓരോ സംസാരത്തിനിടയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വിടവാങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന പാഠങ്ങൾ, എന്നൊരു ബോധ്യപ്പെടുത്തൽ സ്വഹാബത്തിന് കൊടുത്തിരുന്നു എന്നുള്ളതാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാം, ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് സംസാരിക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദഹ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഐഹിക ലോകവും അവന്റെ അടുക്കലുള്ളതിനെയും, ഐഹിക ലോകത്തെയും അവന്റെ അടുത്തുള്ളതിനെയും തിരഞ്ഞെടുക്കാൻ ചാൻസ് കൊടുത്തു, സ്വാതന്ത്ര്യം കൊടുത്തു. ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്, ഈ സമയത്ത് ആ അടിമ അല്ലാഹുവിന്റെ അടുക്കലുള്ളതിനെ സ്വീകരിച്ചു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി പറഞ്ഞപ്പോൾ ഫബകാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇത് കേൾക്കേണ്ട താമസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സ്വഹാബത്ത് പറയാണ്, എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ കരയുന്നത്? ഒരടിമയോട് തെരഞ്ഞെടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിനെന്തിനാ ഈ അബൂബക്കർ ഇങ്ങനെ കരയുന്നത് എന്ന് ഞങ്ങൾക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയെന്നാണ്. പക്ഷേ ആ തെരഞ്ഞെടുത്തത് റസൂലായിരുന്നു എന്ന് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ളവനായിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോവുകയാണ്. വഅന ശഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിയാണ്. വഇന്നി വല്ലാഹി ലഅൻദുറു ഇലാ ഹൗദിൽ ആൻ, അല്ലാഹുവാണേ സത്യം, ഇപ്പോൾ ഞാൻ എന്റെ ഹൗദിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൗദുൽ കൗസറിലേക്ക്, എന്റെ ഹൗദിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, അല്ലാഹുവാണേ സത്യം, നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്നതല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. വലാകിന്നി അഖാഫു അലൈക്കുമുദ് ദുനിയ അൻ തനാഫസൂ ഫീഹാ, ഐഹിക ലോകത്തിന് വേണ്ടി
നിങ്ങൾ മത്സരിക്കുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ദുനിയാവിന് വേണ്ടി ഓടി 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 എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചത്? അതിന്റെ ലക്ഷ്യം മറന്നുപോയി അവസാനം ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, പിന്നീട് ഹദീസുകളിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാൻ സമയമായി എന്ന് പറയുന്ന രീതിയിലുള്ള ധാരാളം കാര്യങ്ങളും പിന്നീട് ധാരാളം ഉപദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നൽകി എന്നുള്ളതാണ്. അവസാനം ഹിജ്റ 11-ാം വർഷം സഫർ മാസത്തിന്റെ അവസാന ദിവസങ്ങൾ വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മക്ബറ സന്ദർശിച്ചു വരുന്ന സമയത്ത് പ്രവാചകന് രോഗം ബാധിക്കുകയാണ്. വല്ലാത്ത തലവേദന ബാധിച്ചു. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, എനിക്ക് വല്ലാത്ത തലവേദനയാകുന്നു എന്നാണ്. അന്ന് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജൂത സ്ത്രീ കൊടുത്ത ഭക്ഷണത്തിന്റെ വിഷം എന്റെ തലയ്ക്ക് ശക്തമായിട്ട് പിടിച്ചു കുലുക്കുന്നുണ്ട് ആയിഷ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നീട് 13 ദിവസമാണ് രോഗിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം അനുഭവിക്കേണ്ടി വന്നത്. അതിൽ 11 ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു സ്വഹാബത്തിന് ഇമാമായിട്ട് നേതൃത്വം വഹിച്ചത്. സ്വഹാബികൾക്ക് ധാരാളം ഉപദേശം കൊടുത്തു. നിങ്ങൾ ഖബറുകൾ കെട്ടിപ്പൊക്കരുത് കേട്ടോ, നമസ്കാരത്തിന്റെ കാലം നിങ്ങൾ ഗൗരവമായി കാണണം കേട്ടോ, അൻസാരികളായ സ്വഹാബികളെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം കേട്ടോ, ഭാര്യമാരെ നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണമെന്ന് പറയേണ്ട എല്ലാ കാര്യങ്ങളും ഒരു വിടവാങ്ങുന്നവന്റെ വിടവാങ്ങൽ പ്രസംഗം പോലെ നമസ്കാരത്തിന്റെ ഓരോ വ്യക്തികൾക്കിടയിലൊക്കെ സ്വഹാബത്തിന് ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശം നൽകിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ പ്രവാചകൻ മരണത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ 3 ചോദ്യങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. സ്വഹാബത്തെ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും അടിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ട് എങ്കിൽ ഫഹാദാ ദഹിരി ഫൽയസ്തഖിദ് മിൻഹു, ഇതാ എന്റെ മുതുകിത, നിങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യാമെന്നാണ്. ഈ സമയത്ത് ഒരു സ്വഹാബി എണീച്ചു നിന്നിട്ട് പറഞ്ഞു, റസൂലേ, എന്നെ താങ്കൾ അടിച്ചിട്ടുണ്ട് എന്നാണ്. സ്വഹാബത്തിന് സഹിക്കാൻ പറ്റിയില്ല. പ്രവാചകൻ അടിക്കാൻ വേണ്ടി ഒരു സ്വഹാബി എഴുന്നേറ്റ് നിൽക്കുകയോ സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. ആ സ്വഹാബി എഴുന്നേറ്റിട്ട് പറഞ്ഞു, റസൂലേ, എന്നെ അടിക്കുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ എന്റെ മേൽമുണ്ടുണ്ടായിരുന്നില്ല റസൂലേ. പ്രവാചകൻ മേൽമുണ്ട് മാറ്റിക്കൊടുത്തു. ആ സ്വഹാബി പ്രവാചകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ്. എന്നിട്ട് സ്വഹാബി പറയുന്നുണ്ട്, പ്രവാചകനുമായി ചേർന്ന് പ്രവാചകന്റെ ശരീരവുമായി സ്പർശിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടെങ്കിലും എന്നെ നരകത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലയോ സ്വഹാബത്തെ, ഞാൻ ആർക്കെങ്കിലും വല്ല സമ്പത്തും തരാനുണ്ട് എങ്കിൽ, ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട് എങ്കിൽ, ഇതാ എന്റെ സമ്പത്തിതാ, ഫഹാദാ മാലി ഫൽയഖുദ്, ഇതാ എന്റെ സമ്പത്ത്, നിങ്ങൾ എടുത്തുകൊള്ളുക എന്ന് പറയുമ്പോഴും ഒരു സ്വഹാബി എണീച്ചിട്ട് പറയാൻ, റസൂലേ, എനിക്ക് 3 ദിർഹം തരാനുണ്ട് എന്നാണ്. എന്നിട്ട് ആ സ്വഹാബി പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഒരു ബാധ്യതയുള്ളവനായി എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ആ 3 ദിർഹം വാങ്ങുകയാണ്. പ്രവാചകൻ വീണ്ടും സ്വഹാബത്തിനോട് പറയാണ്, ഞാൻ ആരുടെയെങ്കിലും അഭിമാനം ക്ഷതമേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഞാൻ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഇതാ എന്റെ അഭിമാനം, നിങ്ങൾ ക്ഷതമേൽപ്പിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് വരെ ഒരു ഭരണാധികാരികൾക്കും പറയാൻ സാധിക്കാത്ത ഗൗരവമേറിയ ചോദ്യമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയങ്ങളിൽ സ്വഹാബത്തിനോട് ചോദിച്ചത്. പ്രവാചകൻ മരിക്കുന്നതിന് 4 ദിവസം മുമ്പ് മഗ്രിബ് നമസ്കാരത്തിന് ഖുർആനിന്റെ ഏത് ഭാഗമാണ് ഓതിയതെന്ന് അറിയുമോ? 50 ആയത്തുകളുള്ള സൂറത്തുൽ മുർസലാത്ത് എന്ന് പറയുന്ന 1.5 പേജുള്ള ഖുർആനിന്റെ ഭാഗമായിരുന്നു
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയിരുന്നത് എന്നുള്ളതാണ്. 2 ദിവസമായി പ്രവാചകൻ അവസാനം ആ 2 ദിവസമായി പ്രവാചകൻ മരണത്തിലേക്ക് പോവുകയാണ്. അവസാനം നമസ്കരിക്കാൻ വരാൻ കഴിയാതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. നമസ്കാരത്തിന് കാത്തു നിൽക്കുകയാണ്. പ്രവാചകന്റെ ബോധം നഷ്ടപ്പെടുന്നു. ബോധം തെളിയുന്ന സമയത്ത് പ്രവാചകന്റെ ചോദ്യം, എന്റെ സ്വഹാബത്ത് നമസ്കരിച്ചോ? ആയിഷ റളിയല്ലാഹു അൻഹ റസൂലേ, ഇല്ല, താങ്കളെ കാത്തു നിൽക്കുകയാണ് എന്നാണ്. പിന്നീട് വീണ്ടും ബോധം പോയി. എഴുന്നേൽക്കാൻ പ്രവാചകൻ ശ്രമിക്കുമ്പോൾ ബോധം പോവുകയാണ്. വീണ്ടും ബോധം തെളിഞ്ഞപ്പോൾ വീണ്ടും ചോദിക്കുന്നു, എന്റെ സ്വഹാബത്ത് നമസ്കരിച്ചോ എന്നാണ്. അപ്പോഴും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ നിൽക്കുകയാണ്. ബോധം പോവുകയാണ്, ആവർത്തിക്കപ്പെടുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം വന്നപ്പോൾ പറഞ്ഞു, അബൂബക്കറിനോട് എന്റെ സ്വഹാബത്തിന് നേതൃത്വം വഹിക്കാൻ, ഇമാമ് നിൽക്കാൻ വേണ്ടി പറയൂ എന്ന് പറയുമ്പം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു മറുപടി ഉണ്ട്, റസൂലേ, എന്റെ വാപ്പയ്ക്ക് ഇമാമ് നിൽക്കാൻ കഴിയൂല. എന്റെ വാപ്പ ഇമാമിനെ കയറി നിന്ന് ഖുർആൻ പാരായണം തുടങ്ങിയാൽ തന്നെ കരയുന്ന ഒരു പ്രകൃതക്കാരനാണല്ലോ, ലോല മനസ്കതയുള്ള ഒരാളാണല്ലോ റസൂലേ. അതുകൊണ്ട് എന്റെ ഉപ്പയെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരാളെ കയറ്റണമെന്ന് പറയുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കറിനോട് കയറി ഇമാം നിൽക്കാൻ വേണ്ടി പറയൂ എന്ന് പറയുകയും പിന്നീട് സ്വഹാബത്തിന് ഇമാമായി നേതൃത്വം വഹിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വലിന്റെ 12-ന്റെ തിങ്കളാഴ്ച സുബഹി പ്രഭാതം പ്രവേശിക്കുകയാണ്. ഞങ്ങളെല്ലാവരും സുബഹി നമസ്കാരത്തിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പ്രവാചകന്റെ വീടിന്റെ വിരി ഇങ്ങനെ മാറ്റുകയാണ്. വിരി മാറ്റിയിട്ട് പള്ളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഇത്രയകലെ, ആ കാണുന്ന ഒരു മതിൽക്കെട്ടിനപ്പുറത്ത് അവിടെ ആയിരിക്കും പ്രവാചകന്റെ ഈ മദീനയുടെ മിമ്പറുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അത്ര ദൂരെ നിന്ന് ആ വിരി മാറ്റിയിട്ട് പ്രവാചകൻ സ്വഹാബത്തിലേക്ക് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ സുബഹി നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് പ്രവാചകൻ പുഞ്ചിരിച്ചു എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ നമസ്കാരം പോലും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഓർത്തുപോയി എന്നാണ്. പ്രവാചകൻ പുഞ്ചിരിച്ചതോടുകൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നോട്ട് വലിയാൻ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം നടക്കട്ടെ എന്ന രീതിയിൽ പ്രവാചകൻ ആംഗ്യം കാണിക്കുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടുകൂടി ആ വിധിയങ്ങ് മാറ്റി. അന്നായിരുന്നു പ്രവാചകന്റെ അവസാന പുഞ്ചിരി ഞങ്ങൾ കണ്ടത് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ പുഞ്ചിരിച്ചതോടുകൂടി സ്വഹാബത്തിന് മനസ്സിലായി പ്രവാചകന് ആശ്വാസമായിട്ടുണ്ട്, രോഗമൊക്കെ കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സ്വഹാബത്ത് ദിവസങ്ങളോളം പള്ളിയുടെയും വീട്ടിന്റെയും ആ ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടി പ്രവാചകന്റെ രോഗവിവരവും കാര്യങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചതുകൊണ്ട് അവർ പണിക്കൊന്നും പോയിരുന്നില്ല. പ്രവാചകൻ പുഞ്ചിരിച്ചൊന്നു ഉഷാറായി എന്ന് കണ്ടതോടുകൂടി സ്വഹാബത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും നീങ്ങിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ ഒരാവശ്യത്തിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. അതാ ദുഹാ സമയം വരികയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ മടിയിൽ തലവെച്ചുകൊണ്ട് പ്രവാചകൻ കിടക്കുകയാണ്. പ്രവാചകന് വല്ലാതെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പ്രവാചകൻ ഒരാളുടെ ഒരാളുടെ കൈകളിലേക്ക് നോക്കി. അവരുടെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു. അതിങ്ങനെ നോക്കിയിട്ട് ആകാംക്ഷയോടുകൂടി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ പ്രവാചകൻ മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഞാൻ മിസ്വാക്ക് വാങ്ങിയിട്ട് എന്റെ വായിൽ വെച്ച് അത് മൃദുലമാക്കിയതിനു ശേഷം എന്റെ പ്രവാചകന്റെ പല്ല് ഞാൻ തേച്ചു കൊടുത്തു. ആയിഷ ബീവി പറയാം, ഫജമഅല്ലാഹു ബൈന റീഖി വലീഖിഹി ഫീ ആഖിരി യൗമിൻ മിനദ് ദുനിയ വഅഫ്ദലി യൗമിൻ മിനൽ ആഖിറ. ഇഹലോകത്തിന്റെയും പരലോകത്തെ അവസാനത്തെയും ഇഹലോകത്തിന്റെ അവസാന ദിവസവും പരലോകത്തിലേക്ക് പ്രവാചകൻ പ്രവേശിക്കുന്ന ആദ്യ ദിവസവും എന്റെ ഉമിനീരും എന്റെ പ്രവാചകന്റെ ഉമിനീരും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എന്റെ പ്രവാചകനെ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്ന് ആയിഷ ബീവി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ എന്തോ അതിനിടയിൽ പ്രവാചകൻ വുളു എടുക്കാൻ ആഗ്രഹിക്കുകയാണ്.
പ്രവാചകൻ വുളു കൊടുത്തു. ആ വെള്ളമെടുത്തുകൊണ്ട് മുഖത്തിങ്ങനെ തടവിക്കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം എന്തോ മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആയിഷ ബീവി പറയാണ്, ഞാൻ പ്രവാചകന്റെ ചുണ്ടിലേക്ക് എന്റെ ചെവി ചേർത്ത് വെച്ചു. പ്രവാചകൻ പറയുന്നത്, ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം. നമ്മൾ ഓരോരുത്തരെയും വിളിച്ചിട്ടാണ് പ്രവാചകന്റെ അവസാന വാക്കുകൾ വരെ എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത് നമസ്കാരത്തിലെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് പറയണേ എന്ന് ആ കാര്യങ്ങളൊക്കെ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആയിഷ ബീവി പറയുന്നു, പ്രവാചകൻ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സകറാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ഇന്ന ലിൽ മൗതി സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് ഏറ്റവും ലോലമായി, ഏറ്റവും മനോഹരമായി, ഏറ്റവും സ്മൂത്തായി, ലോകത്തിൽ അത്ര ലോലമായി മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച വേറെ ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. എന്നിട്ടാണ് പ്രവാചകൻ പറയുന്നത്, മരണത്തിന് വല്ലാത്ത വേദനയാണ്. പ്രവാചകൻ വീണ്ടും പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അലാ. പ്രവാചകൻ പറയുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ റഹ്മാനെ, നീ എന്നോട് കരുണ കാണിക്കണേ റഹ്മാനെ, ഏറ്റവും നല്ല ആളുകൾ കൂട്ടത്തിൽ നീ ഒരുമിപ്പിച്ച് കൂട്ടണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വാക്കുകൾ പോലും റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന, എന്നോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന വല്ലാത്ത വാക്കുകളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖ് എന്ന് പറഞ്ഞ് ആയിഷ ബീവി പറയാണ്, പിന്നീട് കൈകൾ താഴേക്ക് വീണു. പിന്നീട് പ്രവാചകന്റെ കൈകൾ ഉയർന്നില്ല. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം, പ്രവാചകനും അബൂബക്കറും മദീനയിലേക്ക് വന്ന ദിവസം അല്ലാഹു മിൻഹാ കുല്ല ശൈഇൻ, മദീന മുഴുവനും പ്രകാശിച്ചു പോയ ദിവസമായിരുന്നു എന്ന് അതേ അനസ് ഇബ്നു മാലിക് പറയാം. ഫമാ കാന യൗമുൽ ലദീ മാത ഫീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന്റെ ദിവസം അദ്ലമ ലഹു കുല്ല ശൈഇൻ, മദീന മുഴുവനും ഇരുട്ടിലായ പ്രതീതിയായി പോയി എന്ന് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാം. ഇമാം ഇബ്നു റജബ് റഹിമത്തുള്ളാഹി അലൈഹി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന വാർത്ത കേട്ടതോടുകൂടി അത് പല സ്വഹാബികൾക്കും വല്ലാത്ത ആശയക്കുഴപ്പത്തിലായി. അവര് പറഞ്ഞു, റസൂൽ അങ്ങനെ മരിക്കുന്നില്ല എന്ന് പറയുന്ന സ്വഹാബികൾ വരെ ഉണ്ടായിരുന്ന ചില ആളുകൾ ഒന്നും സംസാരിക്കാതെ അലി ഇബ്നു അബീ താലിബിനെ പോലെയുള്ള പ്രഗൽഭരായ സ്വഹാബികൾ ഒന്നും മിണ്ടാതെ ചാരിയിരുന്നു പോയി. പ്രവാചകന്റെ ഭാര്യമാരെല്ലാം അവിടെ ഉണ്ടായിരുന്ന ചുമരിലേക്ക് ചാരിയിരുന്നു പോയ വല്ലാത്ത സന്ദർഭമായിരുന്നു. ആരും പല സ്വഹാബികളും ഒന്നും ഉരിയാടാതെ ഒരു വാക്ക് പോലും ഉണ്ടാതെ ഏകി 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 കരഞ്ഞുപോയ വല്ലാത്ത സന്ദർഭമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാമ ഉമർ വല്ലാഹി മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇല്ല, എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുകയില്ല. പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ എന്റെ പ്രവാചകൻ പോയതാ, ഇല്ല എന്റെ റസൂൽ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വല്ലാത്തൊരു അങ്ങനത്തെ അവസ്ഥയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്താണ്, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അദ്ദേഹം നേരെ കയറി വന്നു, ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. പ്രവാചകനെ കിടത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ മുഖത്ത് നിന്ന് ആ ഒരു വെള്ള ആ തുണിയങ്ങ് മാറ്റിയിട്ട് പ്രവാചകന്റെ നെറ്റിത്തടത്തിലേക്ക് ഒരു ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, റസൂലേ, ജീവിച്ചിരിപ്പുള്ള സമയത്തും മരിച്ചപ്പോഴും എന്തൊരു സുഗന്ധമാണ്, പ്രവാചകനെ താങ്കൾ മരിച്ചിരിക്കുന്നു എന്നാണ്. പ്രവാചകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നേരെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട്, സ്വഹാബത്തെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ, യാ ഉമർ ഇജ്ലിസ്, യാ ഉമർ, ഉമറേ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മനസ്സ് സമനില തെറ്റിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു.
അവിടെ വെച്ചുകൊണ്ട് ചരിത്രം ബോധ്യപ്പെടുത്തുന്ന എല്ലാ സ്വഹാബികളും ഏങ്ങി കരയുമ്പോഴും എല്ലാ സന്ദർഭത്തിലും ലോലമനസ്കനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിലേക്ക് കയറിയിട്ട് പറഞ്ഞു, അലാ അല്ലയോ സ്വഹാബത്തെ അറിയണം, മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആരാധിക്കുന്നുവെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിരിക്കുന്നു. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് പറഞ്ഞു, ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, പ്രവാചകരെ താങ്കൾ മരിക്കും അവരും മരിക്കുമെന്ന ആയത്ത് സമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് ആലി ഇംറാന്റെ 144-ാമത്തെ ആയത്ത് ഓതുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടിറങ്ങിയ ആയത്താണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് റസൂൽ മാത്രമാകുന്നു. ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل, അദ്ദേഹത്തിന് മുമ്പും ധാരാളം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ ആഖാബികും, അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളിങ്ങനെ പുറകോട്ട് പോവുകയാണോ, നിങ്ങളിങ്ങനെ പിന്തിരിഞ്ഞു പോവുകയാണോ? ആശയക്കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് റസൂല് മരിച്ചിരിക്കുന്നു, എന്താണ് ദീന്, ഇനി എന്തിന് ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ദീനിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു കളയുകയാണോ? ആരെങ്കിലും അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് പിറകോട്ട് പോയാൽ അല്ലാഹുവിനൊരു ദ്രോഹവും അതുകൊണ്ട് സംഭവിക്കുകയില്ല, അല്ലാഹുവിനൊരു കുറവും സംഭവിക്കുകയില്ല. വസയജിസില്ലാഹു ശാകിരീൻ, നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലം നൽകുമെന്ന് പറയുന്ന ആലി ഇംറാനിന്റെ 144-ാമത്തെ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയതോടുകൂടി സ്വഹാബത്ത് പറയുന്നു, ഉഹദ് യുദ്ധത്തിന്റെ സമയത്തിലാണ് ആയത്ത് അവതരിച്ചതെങ്കിൽ ഞങ്ങൾക്ക് പ്രവാചകൻ മരിച്ച ദിവസം അവതരിച്ച ആയത്ത് പോലെ ഞങ്ങൾക്ക് തോന്നിപ്പോയി. നിൽക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് കേൾക്കേണ്ട താമസം അവിടെ ഇരുന്ന് പോയി എന്ന് ചരിത്രം ബോധ്യപ്പെടുത്തുന്നു. പിന്നീട് ചരിത്രം പറയാണ്, ദിവസങ്ങളോളം മദീനയുടെ തായ്വരയിൽ സ്വഹാബത്തിനെ ഈ ആയത്ത് ഓതിയിട്ട് ഉൾക്കൊള്ളിക്കുകയാണ്, മനസ്സിന് ബോധ്യപ്പെടുത്തുകയാണ്. റസൂല് മരിച്ചിരിക്കുന്നു എന്ന് കൃത്യമായി വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ എന്നായത്തോതിയിട്ട് സ്വഹാബത്തിനെ തന്നെ ബോധ്യപ്പെടുത്തിയെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇതായിരുന്നു റബീഉൽ അവ്വൽ 12 ദിവസം മദീനയിൽ നടന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി അനസ് മാലിക്കിനോട് ചോദിക്കുകയാണ്, യാ അനസ് അതാബത അൻഫുസുകും മൻ തഹ്ഫു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തുറാബ്. എല്ലാ അനസേ, പ്രവാചകനെ കൊണ്ടുപോയി കബറടക്കിയിട്ട് പ്രവാചകൻ എവിടെയാണോ മരണപ്പെട്ടത് ആ പ്രവാചകന്റെ വീട്ടിലെങ്ങനെ കബറടക്കുന്ന സമയത്ത് അനസേ, പ്രവാചകന്റെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ മണ്ണുവാരിയിടാൻ സാധിച്ചു? നിങ്ങൾക്ക് എങ്ങനെയാണ് മണ്ണുവാരിയിട്ട് പ്രവാചകന്റെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എറിയാൻ സാധിച്ചു അനസേ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും.
ഇതൊരു നിസ്സാരമായ ദിവസമായിരുന്നില്ല, ഇതൊരു ആഘോഷിക്കേണ്ട ദിവസമായിരുന്നില്ല, ഇത് റാലി സംഘടിപ്പിക്കേണ്ട ദിവസമായിരുന്നില്ല, ഇത് ഭക്ഷണം വിളമ്പേണ്ട ദിവസമായിരുന്നില്ല. ഇതിങ്ങനെ പ്രവാചകനോട് മൗലൂദ് ചൊല്ലിയിട്ട് പ്രവാചകനോട് ഇസ്തിഗാസ ചെയ്യേണ്ട ദിവസമായിരുന്നില്ല. സ്വഹാബത്ത് കരഞ്ഞ ദിവസമാണ്, സ്വഹാബത്ത് അങ്ങേയറ്റം സങ്കടപ്പെട്ട ദിവസമാണ്. എവിടെ വരെ എന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ഗൗരവമേറിയൊരു മറുപടി ണ്ടല്ലോ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ മുസീബത്തായിക്കോട്ടെ, എന്ത് പ്രതിസന്ധിയായിക്കോട്ടെ, ജീവിതത്തിൽ വരുന്ന എന്ത് പ്രതിസന്ധികളും ആ പ്രതിസന്ധികളെന്ന് വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മരണത്തെ ഓർമ്മിക്കണേ സ്വഹാബത്തെ. എന്റെ മരണത്തെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രതിസന്ധി വേറെയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, അത് പറഞ്ഞ ദിവസമായിരുന്നു ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച എന്ന് ചരിത്രം നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഈ ദിവസം ഇങ്ങനെ ആഘോഷിക്കുക. ഈ ദിവസം ഇങ്ങനെ ആഘോഷിക്കുക. എങ്ങനെ നബിദിനം ആഘോഷിക്കുക? എങ്ങനെ ആഘോഷിക്കും സഹോദരങ്ങളെ? കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുന്നത്, ബിലാൽ ബാങ്ക് കൊടുത്താൽ, ഇഖാമത്ത് കൊടുത്താൽ നേരെ മുമ്പിൽ പ്രവാചകനുണ്ടാകും. എല്ലാ ദിവസവും പ്രവാചകനെ പോയിട്ട് പ്രവാചകന്റെ സമയമായിട്ടുണ്ട് നിസ്കരിക്കാം എന്ന് പറഞ്ഞു വിളിക്കുന്ന ബിലാൽ ആദ്യമായി ബാങ്ക് കൊടുക്കാൻ അവസരം കിട്ടണമെന്ന് ആഗ്രഹിച്ച സ്വഹാബികൾ, എന്നെ പ്രവാചകൻ വിളിക്കും ബാങ്ക് കൊടുക്കാൻ എന്നൊക്കെ സ്വഹാബികൾ ആഗ്രഹിച്ചപ്പോഴും അവിടെ വെച്ചുകൊണ്ട് ബിലാലിനെ സെലക്ട് ചെയ്ത ചരിത്രം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകനെ ഖബറടക്കി മറവ് ചെയ്തതിനു ശേഷം മദീന വിട്ടുപോവാൻ. മദീന വിട്ടുപോകുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നത്, എന്താ ബിലാൽ എവിടേക്കാ? ഞാൻ ഈ നാട് വിട്ടുപോവാൻ, പ്രവാചകനില്ലാത്ത ഈ നാട്ടിൽ എനിക്ക് നിൽക്കാൻ കഴിയൂല. ബിലാൽ റളിയല്ലാഹു അൻഹു പോയി. വർഷങ്ങൾക്ക് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ഈ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പേരക്കുട്ടി ബിലാലിനോട് പറഞ്ഞു, ബിലാലെ ബാങ്ക് കൊടുക്കണം. അന്ന് കേട്ട ബാങ്ക് ഞങ്ങൾക്ക് കേൾക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കഴിയൂല. ഞാൻ അതിനുശേഷം ബാങ്ക് കൊടുത്തിട്ടില്ല. അവസാനം നിർബന്ധിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും ബാങ്ക് കൊടുക്കാൻ കയറി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിവരെ എത്തി. അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞു. ആ ബാങ്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ, ആ ബാങ്ക് മുഴുപ്പിക്കാൻ സാധിക്കാതെ ബിലാൽ റളിയല്ലാഹു അൻഹു തളർന്നു പോയി എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങേയറ്റം ആ രീതിയിലായിരുന്നു അവരൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞ ആ ദിവസത്തിൽ തന്നെ ആഘോഷിക്കാനും ആനന്ദിക്കാനും എന്തൊക്കെയാണെന്നറിയും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷങ്ങളൊക്കെ നോക്കുമ്പോൾ ഓരോ വർഷവും ശരിക്ക് ഇസ്ലാമാണ് എന്ന് പറയാൻ പോലും സാധിക്കാത്ത, എല്ലാം മോശമായ ഒരു അവസ്ഥയിലേക്ക് വരെ പോവുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ആടുകയും പാടുകയും മ്യൂസിക്കും ചെണ്ടമേളവും ഒക്കെയായി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അവര് തന്നെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്, അവര് തന്നെ പറഞ്ഞു പ്രവാചകന് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല, തബഉ താബീങ്ങൾക്ക് പരിചയമില്ല. നല്ല ബിദ്അത്താണ് എന്നാണ്, നല്ല ബിദ്അത്താണ് എന്നാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എല്ലാ ബിദ്അത്തും വലാലത്താണ് എന്നാണ്, എല്ലാ ബിദ്അത്തും നരകത്തിലാണ് എന്നാണ്.
എന്നിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ നല്ല ബിദ്അത്താണ് എന്ന തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതൊരു വാക്കിനെടുത്തിട്ടാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ബിദ്അത്തുകൾക്കും തെളിവ് പറയുന്നത്. ആ നല്ല ബിദ്അത്താണ് എന്ന വാക്ക് വെച്ചിട്ടാണ്. ഇല്ല, അങ്ങനെ പ്രവാചക ജന്മദിനം അല്ലാഹു ഇസ്ലാമിന്റെ ഒരു ഭാഗമായി മാറിയിരുന്നുവെങ്കിൽ, അതിന് വലിയ പുണ്യം അല്ലാഹു നൽകിയിരുന്നുവെങ്കിൽ, അതിനെന്തെങ്കിലും ഒരു പ്രതിഫലം അല്ലാഹു നൽകിയിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുമായിരുന്നു. സ്വഹാബത്ത് അത് ചെയ്യുമായിരുന്നു. സ്വഹാബത്ത് അത് ചെയ്യുമായിരുന്നു. കാരണം പ്രവാചകൻ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവർ അവരാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കുറിച്ച്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുറിച്ച് പറയുന്നുണ്ട്, നടന്നു പോകുന്ന സമയത്ത് ഓരോ വഴികളും ഇങ്ങനെ വെച്ച് നടക്കുമ്പോൾ ഇബ്നു ഉമറിനോട് ചോദിക്കുകയാണ്, ഇബ്നു ഉമർ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? റസൂൽ ഇങ്ങനെയാണ് നടന്നത്. എന്റെ ഇബ്നു ഉമർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്നത്? റസൂൽ ഇവിടെയായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ പ്രവാചകൻ ഇത്തിബാ ചെയ്യുന്ന മുത്തബിഉസ് സുന്ന എന്ന് രേഖപ്പെടുത്തിയ മഹാനായ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അവരൊക്കെ പ്രവാചകനെ സ്നേഹിച്ചു. പക്ഷേ അവർക്കൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, അവരോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ നിബിധനം കഴിച്ചുകൊണ്ടിരിക്കുന്ന, ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നവരോട് എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് 3 നൂറ്റാണ്ടിന് ശേഷമാണ് വന്നത് എന്ന് തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. ഇസ്ലാമികമല്ല. പിന്നെ നമുക്കൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റാലിയിലൊന്നും ഉണ്ടാവൂല, അല്ലെങ്കിൽ അതിലൊന്നും വലിയ പുകഴ്ത്താനും അതിനെ പ്രോത്സാഹിപ്പിക്കാനൊന്നും ഉണ്ടാവൂല. എന്നാലും ചെറിയ രീതിയിൽ ഇങ്ങനെ അവര് തരുന്നൊരു ഭക്ഷണം കഴിച്ചിട്ട്, ഭക്ഷണല്ലേ, നെയ്ച്ചോറല്ലേ, അല്ലെങ്കിൽ ഇന്ന കാര്യമല്ലേ, അല്ലെങ്കിൽ ഒരു പിന്നെ ചെറിയൊരു സംഭാവനയല്ലേ, അല്ലെങ്കിൽ എന്നതല്ലേ എന്ന് പറഞ്ഞ് അതിന് ചെറിയ രീതിയിലേക്ക് സഹകരിക്കുന്നവരോട് പറയാൻ, നിങ്ങൾ സഹകരിക്കുന്നത് എന്തിനാണ്? ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യത്തിനാണ്. ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യത്തിൽ ബിദ്അത്താണെങ്കിൽ, ആ ബിദ്അത്ത് വലാലത്താണെങ്കിൽ, ആ വലാലത്ത് നരകത്തിലാണെങ്കിൽ, നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രവർത്തനത്തിനാണ് ചെറിയൊരു പങ്ക് നിങ്ങൾ വഹിക്കുന്നുവെങ്കിൽ അത് വലിയ തെറ്റാണെന്ന കൃത്യമായ ഒരു ബോധ്യവും ഉണ്ടാവണം. ഇതാരോടെങ്കിലും പങ്കു തീർക്കാനോ ആരെങ്കിലും വിമർശിക്കാനോ ഉള്ളതല്ല. മറിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര വലിയ ക്രൂരതയാണ്, അത്ര വലിയ അക്രമമാണ്. എത്ര മനുഷ്യരാണെന്നറിയുമോ, എത്ര സ്ത്രീകളാണെന്നറിയുമോ, എത്ര സഹോദരങ്ങളാണെന്നറിയുമോ. ഇത് വലിയ പുണ്യമാണെന്ന് മനസ്സിലാക്കി, ഇത് വലിയ ദീനിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി, ഇതിന് ആവേശത്തോടുകൂടി അതിനെ പ്രാവർത്തികമാക്കുന്ന മനുഷ്യരെ കാണുന്ന സമയത്ത് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. ഈ വിഭാഗം നാളെ പരലോകത്ത് വരും. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ ഭാഗത്തേക്ക് വരും. ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നീട് അവർക്ക് ദാഹമില്ല എന്ന മനോഹരമായ, പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും മനോഹരമായ ആ ഹൗദുൽ കൗസർ ഇങ്ങനെ നല്ല സുഗന്ധമുള്ള മനോഹരമായ നല്ല ഗ്ലാസുകളിൽ മുക്കിക്കൊടുക്കുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് സ്വഹാബത്ത് കടന്ന്, പ്രവാചകന്റെ അനുചരന്മാര് കടന്നു വരികയാണ്. ഈ സമയത്ത് മലക്കുകൾ ബ്ലോക്ക് ചെയ്യും. അപ്പൊ റസൂല് പറയും, മലക്കുകളെ, ഇതെന്റെ ഉമ്മത്താണ്, ഇതെന്റെ ഉമ്മത്താണ്, ഈ ഉമ്മത്തിന് ഞാൻ വെള്ളം കൊടുക്കട്ടെ, അവര് ദാഹം മാറ്റട്ടെ എന്ന് മലക്കുകൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്നത്, റസൂലേ, താങ്കൾക്ക് താങ്കളുടെ മരണത്തിന് ശേഷം ഇവരെന്തൊക്കെയാണ് ദീനിലേക്ക് കൂട്ടിച്ചേർത്തത് എന്ന് താങ്കൾക്ക് അറിയില്ല എന്ന്. ഓ, ദീനിലേക്കാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണോ? ഭക്ഷണം കൊടുക്കലാണോ? മദ്ഹ് പറയലാണോ? അല്ലെങ്കിൽ ഇന്ന ദിക്ർ വർദ്ധിപ്പിക്കലാണോ? ഖുർആനിന്റെ ആയത്തുകൾ ഓതിയതാണോ? അതൊക്കെ നല്ലതല്ലേ? ദീനിന്റെ ഭാഗമായിട്ടല്ലേ? സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയിട്ടല്ലേ? നന്മയുള്ളതല്ലേ എന്നല്ല റസൂല് പറഞ്ഞത്. നമ്മുടെ നാട്ടുകാർ സമൂഹം എന്താ പറയുന്നറിയോ? ഭക്ഷണം കൊടുക്കൽ തെറ്റാ, റാലി വിളിക്കൽ തെറ്റാ, മദ്ഹ് പറയൽ തെറ്റാ. ഈ തെറ്റാണോ ഇതൊക്കെ നല്ലതല്ലേ എന്നീ സമൂഹം പറയുമ്പോൾ റസൂൽ എന്താ പറയാ? ഭക്ഷണം കൊടുത്തതല്ലേ, സാരില്ല എന്നാണോ, നല്ലതാണ് എന്നാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് ഇമാം ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന ഹദീസാണ്. പൊതുവേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പൂർത്തീകരിച്ച, പ്രവാചകന്മാർക്ക് പോലും ഒരു വാക്ക് പോലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ഈ ദീനിലേക്ക് പുതുതായിട്ട് കൂട്ടിച്ചേർത്തവരാണോ? മാറി നിൽക്കൂ എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ്.
മനസ്സിലാക്കേണ്ട വിഷയമാണ്. അവര് പറയാ, പ്രവാചകൻ മരണപ്പെട്ട ദിവസം മരണമാചരിക്കാൻ പാടില്ല, മരണം ആരും ആചരിക്കുന്നില്ല. മറിച്ച് പ്രവാചകന്റെ ചരിത്രം കേൾക്കുമ്പോൾ കണ്ണു നിറയും. ആ ദിവസം തന്നെയാണല്ലോ ഈ സമൂഹം ഇങ്ങനെ ആഘോഷിക്കുന്നത് എന്ന് ഓർക്കുമ്പം വേദനിക്കുന്ന ഈമാനുള്ള മനസ്സുകൾക്ക് ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് തടുക്കണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ വായി കൊണ്ട്, നാവ് കൊണ്ട് തടുക്കണം. അതിനും സാധിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. ഇത് കാണുമ്പം മനസ്സിന് വല്ലാത്തൊരു സങ്കടം ഉണ്ടാവണം. ഈ സമൂഹം എന്റെ ഇങ്ങനെയായി പോയത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തുകൾ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹുവിന്റെ ദീന കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാളുകളുടെ മുമ്പിലും ദീന കൃത്യമായി ചങ്കൂറ്റത്തോടുകൂടി, നെഞ്ചൂറ്റോടുകൂടി അവർക്ക് മനസ്സിലാകുന്ന നിലയിൽ, അവർക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ തർക്കിക്കാനല്ല, ചൂടാവാനല്ല, ദേഷ്യം പിടിക്കാനല്ല, അവർക്ക് മനസ്സിൽ ഉൾക്കൊള്ളുന്ന നിലയിൽ ഈ ദീന് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. അള്ളാഹു ആ കർമ്മ മനോഹരമായി നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അവിടെ വെച്ചുകൊണ്ട് എല്ലാ നിഅമത്തുകളും ആസ്വദിക്കുവാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൗദുൽ കൗസർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് വാങ്ങി കുടിക്കാൻ മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു പ്രവർത്തനം നിർവഹിക്കുമ്പോഴും പ്രവാചകൻ പഠിപ്പിച്ചതാണ് എന്ന് ഉറപ്പുവരുത്തി ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇന്നും ഹോസ്പിറ്റലുകളിലൊക്കെ പല പ്രതിസന്ധികളും പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ രോഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ സാമ്പത്തികമായി മറ്റു പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ദിക്കുകളിൽ ഭക്ഷണം പോലും കിട്ടാതെ പട്ടിണി കിടന്ന് പ്രയാസം അനുഭവിക്കുന്നവർ, ഗസയിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ, അല്ലാഹു അവർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പുഞ്ചിരി വിടരുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു മാറ്റുമാറാകട്ടെ. അവർക്കെതിരെ വരുന്ന എല്ലാ തന്ത്രങ്ങളും അല്ലാഹുവേ നീ പരാജയപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുവാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ മാതാപിതാക്കളെ പരിഗണിക്കാനും മക്കൾക്ക് മാതൃകയായി ജീവിക്കുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈകൽ മസീർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.